കുളിക്കാനൊക്കെ വെള്ളം ചൂടാക്കി ഒഴിച്ചേ. ശരീരത്തൊക്കെ ഭയങ്കര വേദന. അത് ശരി, ദുർജലം കുറയ്ക്കാനായിട്ട് ആ വീട്ടു ജോലിക്ക് ആള് വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ അതെനിക്ക് തന്നെ പാരയായി. ഇതെങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾക്ക് നാളുണ്ടോ മനുഷ്യ? എന്താ വേണ്ട വേണ്ട, ഉരുളുകയും പെരളുകയൊന്നും വേണ്ട. പുതിയതായിട്ട് കല്യാണം കഴിച്ച പെണ്ണും ചെറുക്കനും താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് എത്തി നോക്കാൻ നോക്കുന്നു. നാളല്ലല്ലോ, ഇങ്ങോട്ട് ഇറങ്ങിയേ. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറയല്ലേ എന്റെ സുഭദ്രേ. ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്തൊരു കഷ്ടം നോക്കണേ. ഈ ഏണി എടുത്ത് ആ തൊഴുത്തി കൊണ്ടുവന്ന് വെക്കണം. ആ അല്ല, നീ ഇതെപ്പോ വന്നത്? ഇന്നലെ രാത്രി. എന്നിട്ട് റോഷ്നി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. റോഷ്നിയാ? ഏത് റോഷ്നി? മോളിൽ താമസിക്കുന്നവള്. ഓ, ഞാൻ വന്നവള് കണ്ടു കാണില്ല. അപ്പൊ പിന്നെ നിനക്ക് ആരാ കഥ? അവളുടെ ഭർത്താവ്. അവളുടെ ഭർത്താവ്. നീ അവനെ കണ്ടോ? ആ, പരമഭാഗ്യവാൻ. നിനക്കെങ്കിലും ദർശനം കിട്ടിയല്ലോ. അമ്മേ, വരുന്നു. ഞാൻ ഇപ്പൊ വരാം. എന്താ മോളെ? അമ്മ പ്രദീപിനെ കണ്ടോ? ഇപ്പൊ അകത്തോട്ട് പോയതേ ഉള്ളൂ. നിനക്ക് എങ്ങനെ അവനെ അറിയാം? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, മോൻ പറഞ്ഞു അവൻ എന്നെ കണ്ടിട്ടില്ലെന്ന്. നിന്റെ ഭർത്താവാണ് രാത്രി അവന് കഥ തുറന്നു കൊടുത്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാ. ഏത് പ്രദീപിന്റെ കാര്യം അമ്മ പറയുന്നേ? എന്റെ മോൻ പ്രദീപ്. ഓ, ഞാൻ വിചാരിച്ചു എന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണെന്ന്. പുള്ളിക്കാരന്റെ പേരും പ്രദീപ് എന്നാ. അത് വന്നിട്ട് ഇതേവരെ അടുക്കളയിലോട്ട് കയറിയിട്ടില്ല. ഞാൻ ചെല്ലട്ടെ. എന്തോ? അയ്യോ, എന്റെ മോന്റെ അതേ ശബ്ദം. ഇത് എവിടാ നിൽക്കുന്നത്? ഞാനിവിടെ ഉണ്ടേ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? അതുമല്ല, ഞാൻ താഴെ മുഴുവൻ നോക്കിയിട്ട് വരികയായിരുന്നു. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതി. അബദ്ധം എനിക്കറിയാം. അതല്ല, പിന്നെന്താ? താഴെ തമ്മിയുടെ രണ്ടാമത്തെ മുന്ന് പേര് പ്രദീപ് എന്നാ. ആണോ? എന്റെ ഭാഗ്യം. അതെന്താ? എടി, അവരെന്റെ കൂട്ടുകാരനല്ലേ. ഞാനല്ലേ അവന് രാത്രി കഥ തുറന്നു കൊടുത്തത്. എന്നിട്ട് എന്താ എന്നോട് പറയുന്നത്? എങ്ങനെ പറയാനാ? നീ ആണെങ്കിൽ കൂർക്കം വെച്ച് ഉറക്കം വരുന്നില്ലേ? രാവിലെ ഞാനതങ്ങ് മറന്നുപോയി. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ വേഗം കുളിച്ച് റെഡിയാവട്ടെ. ഇന്ന് ബാങ്കിൽ ഓടിച്ചുകൊള്ളതാ. ഞാൻ രാത്രി വരെ ലേറ്റ് ആകുവേ. എന്നുവെച്ചാ 2 ദിവസം ലീവ് എടുത്തു പറഞ്ഞ് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓഡിറ്റിംഗ് ഉണ്ടെന്നോ? വഴക്കാക്കാതെ പെണ്ണെ. ലീവ് കിട്ടും തന്നെ ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, ബാക്കിയുള്ളവർക്ക് ലീവ് അങ്ങനെ ചുമ്മാ കിടക്കുമല്ലേ? ഇപ്പൊ മനസ്സിലായി നിന്നെ കൊണ്ട് തന്നെ ലീവ് എടുപ്പിച്ചെന്ന്. മോളിതൊക്കെ അലക്കി വീടൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്ത് നാണമില്ലാത്തത്. ആ ടൗലിന്റെ അടുത്ത് തുറന്നേ. തുറക്ക. ഇങ്ങോട്ട് ചുമ്മാ ഇരിക്കും. ഏതായാലും നനഞ്ഞില്ലേ, ഇനി കുളിച്ച് കയറി വാ. അയ്യോ, റോഷ്നി, കുളി കഴിഞ്ഞില്ലേ? ഞാൻ പോവാ. 1 മിനിറ്റ്, ചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടി താഴെ എല്ലാരും വെയിറ്റ് ചെയ്യാ. അയ്യോ, അത് പറ്റില്ല. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. പോകുന്ന ഒഴിക്കാൻ പരിചയപ്പെട്ടോളാം. 25 വർഷമായിട്ട് എനിക്കറിയാവുന്ന എന്റെ തന്ത എന്നുള്ളതിന് നീ പരിചയപ്പെടുത്ത്. റോഷ്നി, ഞാൻ പോകുന്നേ. ബൈ. എന്താ? ഞാൻ ഒരു കാര്യം പറയാനാ വന്നേ. പിന്നെ
നമുക്ക് ആ താഴത്ത് വീട്ടുകാരായിട്ട് അത്ര വലിയ അടുപ്പൊന്നും വേണ്ട കേട്ടോ. അതെന്താ? അത് ആ തന്തയ്ക്കും തൊള്ളയ്ക്കും വട്ടാ. അയ്യോ. പിന്നെ മൂത്ത മോനില്ലേ, ആ. അവൻ കൊട്ടി കൊട്ടി വട്ടായതാ. അയ്യോ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇളയ മോനിൽ പ്രദീപില്ലേ, ആ. അവന് മാത്രം വട്ടില്ല. അവനെ എന്നോട് പറഞ്ഞ് ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം അവരോടൊക്കെ അടുത്ത് പെരുമാറാൻ. അയ്യോ ദൈവമേ, കണ്ടാൽ അങ്ങനൊന്നും തോന്നില്ല കേട്ടോ. ഇത് പറയാൻ കൂടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. ചുരുക്കി പറഞ്ഞാലേ താഴത്തെ വീട്ടുകാരായിട്ട് നമുക്ക് അത്ര വലിയ ബന്ധമൊന്നും വേണ്ട കേട്ടോ. വേണ്ട. ഞാൻ പോയാലും ഇവിടെ കഥ കടച്ച് പൂട്ടിയിരുന്നോ, ഞാൻ വന്ന് മുട്ടിയെ മാത്രം തുറന്നാ മതി. അയ്യോ, കുളിച്ചിട്ട് തല ഉണങ്ങിയില്ല അല്ലേ? പോയി തോർത്ത് പനി പിടിക്കും. അല്ല, പുറത്തു കഴിഞ്ഞോ? നീ കാപ്പ് കുടിക്കുന്നില്ലേ? സോറി, സമയമില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കാണുമോ? ഒന്നും പറയാൻ പറ്റില്ല. പ്രദീപേ, മോളിലുള്ളത് എന്റെ കൂട്ടുകാരൊന്ന് വിളിക്ക്, ഞങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടാ. അച്ഛൻ കണ്ടില്ലേ? അവന്താ ഇപ്പൊ പോയുള്ളൂ അങ്ങോട്ട്. പോയാ? പോയി. കാലം വന്ന് കഴുത്തെ കരടുന്നതിന് മുമ്പ് അവനെ ഒന്ന് കാണാൻ പറ്റുകൂടാ. ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കാൻ. സിമ്പിൾ. നിനക്കിടക്ക് സിമ്പിൾ എന്ന് പറയാം, അനുഭവിക്കുന്നവർക്കല്ലേ എന്റെ ദുരിതം അറിയൂ. എടാ മണ്ട് ഗണേശ, തലയ്ക്ക് താഴ്ത്താമസം വേണം. നിന്റെ അപ്പന്റെ അമ്മയുടെ മുമ്പില് ഒരുത്തനെ കൊണ്ട് നിർത്തുക. എന്തിനാ? അവർക്ക് കാണാൻ മാങ്ങാത്തൊലി. എടാ റോഷ്നിയുടെ ഭർത്താവായിട്ട് ഒരുത്തനെ കൊണ്ട് നിർത്തുക. അതിന് രോഷിന്റെ ഭർത്താവ് ഞാനല്ലേ? നീയല്ല, വേറൊരുത്തൻ. അതങ്ങനെ വേറെ ആളായിരുന്നു. നിന്റെ അപ്പന്റെ അമ്മയുടെ മുമ്പില് റോഷ്നിയുടെ ഭർത്താവ് പ്രദീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനെ കൊണ്ട് അവതരിപ്പിക്കുക. പിന്നെ മേളിലത്തെ പ്രദീപിനെ കാണണം കാണണം തുറന്ന് നിന്നെ മൂപ്പിലാൻ ശല്യപ്പെടുത്തില്ലല്ലോ. നിനക്ക് രാത്രി ഏണി വഴി കയറുകയും രാവിലെ ഇറങ്ങുകയും ചെയ്യാം. സോ സിമ്പിൾ. ചായ മാറ്റിയടേ. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക, എന്റെ തന്ത എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു കലാകാരനായ എന്റെ മുഖത്തേക്ക് ചോദിച്ചു, ഇത്രയും കാലം കൊട്ടി നടന്നിട്ട് എന്തുണ്ടാക്കിയെന്ന്. എന്നാ കേട്ടോ, ഉണ്ടാക്കിയിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറ. ഈ 15-ാം തീയതി നിങ്ങളുടെ മകൻ പ്രഭാകരൻ കച്ചേരിക്ക് മൃദംഗം വായിക്കുന്നു. പാട്ടുകാരനായിരിക്കും. തൊക്കടായും ചക്കടയൊന്നുമല്ല, സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ ഇന്നസെന്റിന്റെ കച്ചേരിക്ക് കേളകത്ത് പ്രഭാകരൻ മൃദംഗം വായിക്കുന്നു. ഗുരുവായൂരപ്പ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. മുറിക്കിട്ട് പങ്കണ്ട. ഇതെങ്ങനെ ഇവിടെ വന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഈ വേണ്ടാത്ത പണിക്ക് പോണ്ടാന്ന്. സുഭദ്ര, ഞാൻ വേണ്ട വേണ്ട, ഈ ഏണി ഏണി അടിച്ചോണ്ടൊന്ന് അപ്പുറത്ത് വെച്ചേ. ഈ ഏണി നമുക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്.
ഇന്നെന്താ കഴിക്കാൻ? കഞ്ഞിയും പയറും. കഞ്ഞിയും പയറ്, എന്താ? സാമ്പാറ്, അവിയല്, പപ്പടം, പുളിശ്ശേരി, പായസം ഇതെല്ലാം കൂട്ടി എനിക്ക് നൂണ് കഴിക്കണം. എന്നാ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അത് ശരിയാവില്ല. എനിക്ക് നിന്റെ അതുകൊണ്ട് ഒന്നും ഉണ്ടായി കഴിക്കണം. ഓ, ഇന്നെന്താ ഇത്ര നിർബന്ധം? ഇന്നെന്റെ പിറന്നാളല്ലേ? അയ്യോ, എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞേ? ഞാനിപ്പോഴല്ലേ ഓർത്തത്. അയ്യോ, അതിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? എന്താ വേണ്ടെന്ന് വെച്ചാ ലിസ്റ്റ് കൊടുത്താ എവിടെ ഉണ്ടെങ്കിലും സാധനം ഞാൻ ഉടനെ ഇവിടെ എത്തിക്കും. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ? എല്ലാം. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ? നമ്മോള് നേരെ അടുക്കളയിലേക്ക് കയറിക്കോ. ഞാൻ സാധനങ്ങളുമായിട്ട് ഇപ്പൊ എത്തിയേക്കാം. ഈ സാധനങ്ങൾ വാങ്ങി എത്രയും പെട്ടെന്ന് എത്തണം. ഞാൻ താഴെ ഉണ്ടാവും. വേഗം വേഗം വാ. അല്ല